അവരുന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തണം. എന്തുകൊണ്ട് 8 മണിക്കൂർ എന്നത് ചിന്തിച്ചാൽ ഒരു ദിവസം 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിനെ 3 ഭാഗങ്ങളായി വിഭജിക്കുകയാണ്. 3 തുല്യ ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമ്പോൾ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിനോദത്തിനും 8 മണിക്കൂർ വിശ്രമത്തിനും വേണ്ടി മാറ്റിവെക്കണം എന്നതായിരുന്നു തൊഴിലാളികൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 മണിക്കൂറായി ജോലി സമയം ക്ലിപ്തപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നമുക്കറിയാം, അന്ന് തൊഴിൽ സമയം എന്ന് പറയുന്നത് ഒരു നിശ്ചിത വലയത്തിൻ്റെ ഉള്ളിലായിരുന്നില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ല, പ്രഭാതം മുതൽ പാതിരാവിൽ വരെ ജോലി എടുക്കേണ്ട ബാധ്യതയായിരുന്നു അന്ന് തൊഴിലാളികൾക്കുള്ളത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ അടിമ തുല്യമായ ജീവിതം നയിക്കുവാൻ വിധിക്കപ്പെട്ടവരായി മാറിയവരാണ്. അന്ന് തൊഴിലാളികളെ വിളിച്ചുകൊണ്ടിരുന്ന പൊതുനാമം, പൊതുപേര് എന്ന് പറയുന്നത് പ്രോളറ്റേറിയറ്റ് എന്നായിരുന്നു. പ്രോളറ്റേറിയറ്റ് എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നും കടമെടുത്തതാണ്. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഗർഭപാത്രം മാത്രം ഉടമകളായിട്ടുള്ള അടിമ സ്ത്രീ തൊഴിലാളികളെയാണ് പ്രോളറ്റേറിയറ്റ് എന്ന് മുതലാളിമാർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരവകാശവും ഇല്ലാത്തവരാണ്, അടിമ തുല്യമായ ജീവിതം നയിക്കേണ്ടവരാണ്. ഇന്ന് നാം കാണുന്ന തൊഴിലാളി സമൂഹമായിരുന്നില്ല അന്ന്. കടുത്ത ചൂഷണത്തിന് വിധേയപ്പെട്ട് നിന്നിരുന്ന പാവപ്പെട്ട മനുഷ്യരായിരുന്നു. 1866 മറ്റൊരു സവിശേഷത, അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം ഇന്റർനാഷണൽ രൂപപ്പെട്ടത് എന്നാണ്. മഹാനായ മാർക്സും എംഗൽസും ചേർന്ന് ലോക തൊഴിലാളി വർഗത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പ്രസിദ്ധീകരണം 1848 സംഭവിച്ചത്.